നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ഇന്ന് വിധി പല രാശിക്കാർക്കും പല കാര്യങ്ങളും വളരെ നല്ല കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്, അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട്. ചിലർക്ക് വൻ ഭാഗ്യം വരാൻ പോകുന്നു, ചിലർക്ക് ധാരാളം സന്തോഷമായിട്ടുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്നത്തെ രാശിഫലത്തിൽ കാണുന്നത്. ഇതെല്ലാം ഞങ്ങൾക്ക് എഴുതി അയച്ചു തന്നത് ജയറാണി EV ആണ്. നമുക്ക് എന്താണ് ഈ ദിവസത്തെ പ്രത്യേകത എന്ന് നോക്കാം. മേടം രാശി, അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സുഖഭോഗങ്ങൾക്കും ആഡംബര വസ്തുക്കൾക്കും സാധ്യതയുള്ള ദിവസമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം പ്രതീക്ഷിക്കാം. കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ നിന്നും നേട്ടങ്ങളുണ്ടാകും. പുതിയ വാഹനം വാങ്ങാനുള്ള യോഗവും കാണുന്നു. ഉന്നത പദവികളിൽ എത്താൻ അവസരങ്ങളുണ്ടാകാം. ഇടവം രാശി, കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. തൊഴിലിടങ്ങളിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. സഹപ്രവർത്തകരുമായി ഉല്ലാസയാത്രയ്ക്ക് അവസരം ലഭിച്ചേക്കാം. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ തിരിച്ചടി നേരിടാൻ സാധ്യതയുണ്ട്. അതിനാൽ അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. മിഥുനം രാശി, മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. രോഗദുരിതങ്ങളിൽ നിന്ന് ആശ്വാസം ലഭിക്കും. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പുതിയ ആഭരണങ്ങൾ നേടാനും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഈ ദിനം പൊതുവെ അനുകൂലമായ കാര്യങ്ങളാണ് കൂടുതലും കാണുന്നത്. കർക്കിടകം രാശി, പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എന്നാൽ ശരീരത്തിന് അസുഖങ്ങളും ദുരിതങ്ങളും വരാനിടയുണ്ട്. വരുമാനം കുറയുകയും ചെലവുകൾ കൂടുകയും ചെയ്യും. ജലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തണം. ചിങ്ങം രാശി, മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. മനസ്സിൽ സന്തോഷം നിറയും. ധനലാഭത്തിനും പെട്ടെന്നുള്ള നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നു. തൊഴിൽ രംഗത്ത് വിജയമുണ്ടാകും. പ്രണയകാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാം. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും വർദ്ധിക്കുന്ന സമയമാണ്. കന്നി രാശി, ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ ഭാഗം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പുതിയ പദവികൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കൈവരിക്കും. ആരോഗ്യപരമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകാം. ധനലാഭവും കീർത്തിയും വർദ്ധിക്കും. വ്യവഹാരങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. തുലാം രാശി, ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഈ ദിവസം വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും. ചിലർക്ക് സ്ഥാനചലനത്തിനും അപവാദങ്ങൾക്കും സാധ്യതയുണ്ട്. അർശസ്, ഉദരരോഗങ്ങൾ എന്നിവയുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കണം. പ്രതിസന്ധികളെ കരുതലോടെ നേരിടുക. വൃശ്ചികം രാശി, വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. വ്യാപാരത്തിലും ബിസിനസ്സിലും ധനലാഭമുണ്ടാകും. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൂടെ ഭാഗ്യാനുഭവങ്ങൾ വന്നുചേരും. ചിട്ടി, ലോട്ടറി തുടങ്ങിയ മേഖലകളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാം. ധനപരമായ കാര്യങ്ങളിൽ ഈ ദിവസം പൊതുവെ അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത്. ധനുരാശി, മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും താല്പര്യം വർദ്ധിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അവസരമുണ്ടാകും. നല്ല ഭക്ഷണസുഖവും കുടുംബസുഖവും ലഭിക്കും. ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതയും കാണുന്നു. മൊത്തത്തിൽ സന്തോഷകരമായ ദിവസമായിരിക്കും. മകരം രാശി, ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സർക്കാർ ജീവനക്കാർക്ക് ജോലിയിൽ സമ്മർദ്ദം കാരണം കൂടുതൽ സമയം പ്രവർത്തിക്കേണ്ടി വരും. കുടുംബ ബന്ധുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. ദമ്പതികൾക്കിടയിൽ കലഹങ്ങൾക്കുള്ള സാധ്യതയും കാണുന്നു. വാക്കുകളിൽ സംയമനം പാലിക്കുന്നത് നല്ലതാണ്. കുംഭം രാശി, അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശാരീരികമായും മാനസികമായും സുഖക്കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അടുത്ത ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ദോഷഫലങ്ങൾ ഉണ്ടാകാം. ചില കുടുംബ ബന്ധങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. മീനം രാശി, പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. എഴുത്തുകാരുടെ സൃഷ്ടികൾക്ക് അംഗീകാരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും. വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിയും. കലാപരവും വിദ്യാഭ്യാസപരവുമായ കാര്യങ്ങളിൽ ഈ ദിവസം അനുകൂലമായ ഫലങ്ങളാണ് കാണുന്നത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212